എല്ലാവർക്കും ജോണി സ്പാർക്കിലേക്ക് സ്വാഗതം. 6 ക്ലാസിക് കലാരൂപങ്ങളും അവയുടെ വേഷവിധാനങ്ങളെയും കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാം. വീഡിയോ അവസാനം വരെ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒന്നാമത്തത് ഭരതനാട്യം. നാട്യശാസ്ത്രാടിസ്ഥാനത്തിലുള്ള മുഖ്യ നൃത്തരൂപമായ ഭരതനാട്യം തമിഴ്നാട്ടിലാണ് ഉത്ഭവിച്ചത്. ഭരതനാട്യത്തിന്റെ ആദ്യകാല നാമം ദാസിയാട്ടം എന്നായിരുന്നു. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന ഭരതനാട്യത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം അഭിനയ ദർപ്പണം എന്ന കൃതിയാണ്. ഭരതനാട്യത്തിൽ ശാന്തം, വീരം എന്നിവയാണ് പ്രധാന ഭാവരസങ്ങൾ. ഭരതനാട്യത്തിൽ ആദ്യമായി അഭ്യസിക്കാറുള്ള ഇനം അലാരിപ്പുരം. ആദ്യം രംഗത്ത് അവതരിപ്പിക്കുന്നത് മംഗളാചരണ രൂപത്തിലുള്ള ഇനങ്ങൾ കൗത്യം, തോടയമംഗളം എന്നിവയുമാണ്. രുക്മിദേവി അരുണ്ടേൽ ആണ് ഭരതനാട്യത്തിന്റെ പ്രധാനി. 1936 ചെന്നൈയിൽ കലാക്ഷേത്രം സ്ഥാപിച്ചതും രുക്മിണി ദേവിയാണ്. രണ്ടാമതായി കഥകളി. കേരളീയ കലകളിൽ ഏറ്റവും പ്രധാനവും സമോഹനവുമായ കേരളത്തിന്റെ തനത് കലയാണ് കഥകളി. AD 17-ാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ച രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപം. രാമനാട്ടം കഥകളിയായി രൂപപ്പെട്ടത് കോട്ടയത്ത് തമ്പുരാന്റെ കാലത്താണ്. 1847 മുതൽ 1860 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് കഥകളിയുടെ ശുക്രദശ എന്നറിയപ്പെടുന്നത്. ആംഗികം, സാത്വികം, ആകാരം എന്നീ 3 അഭിനയ രീതികളും കഥകളിയിൽ ഉപയോഗിച്ചിരിക്കുന്നു. ചൊല്ലിയാട്ടം, ഇളകിയാട്ടം എന്നിവയെ കൂടാതെ ഒരു കഥാപാത്രം തന്നെ സ്വന്തം നിലയിലും ബന്ധപ്പെട്ട മറ്റൊരു കഥാപാത്രം എന്ന നിലയിലും ഭാവം പകർന്ന് മാറി മാറി അഭിനയിക്കുന്ന പകർന്നാട്ടം കഥകളിയിലെ സവിശേഷമായൊരു അഭിനയ രീതിയാണ്. മൂന്നാമതായി ഒഡീസി. ഒറീസയിലെ പ്രധാന നൃത്ത രൂപമാണ് ഇത്. നാട്യശാസ്ത്രത്തിലെ ഓദ്ര നൃത്തത്തിൽ നിന്നാവാം ഒഡീസി ഉത്ഭവിച്ചതെന്ന് കരുതുന്നു. ചലിക്കുന്ന ശില്പം എന്നാണ് ഒഡീസി നൃത്തത്തെ വിശേഷിപ്പിക്കുന്നത്. ജയദേവരുടെ ഗീതാഗോവിന്ദത്തിലെ കവിതകളാണ് ഒഡീസി നൃത്തത്തിന്റെ സംഗീതത്തിനായി പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്നത്. മംഗളാചരണം, തയായ്, പല്ലവി, അഭിനയം, മോശം എന്നിവയാണ് ഒഡീസിയിലെ 5 ഭാഗങ്ങൾ. ഒറീസയിലെ ക്ഷേത്ര ശില്പങ്ങൾ ഒഡീസി നൃത്ത മാതൃകയിലുള്ളതാണ്. മോശ എന്ന ഭാഗത്തോടെ അവസാനിക്കുന്ന ഒഡീസി നൃത്തവുമായി ബന്ധപ്പെട്ടതാണ് ത്രിഭംഗ, സംയുക്ത പാണി രാഗി, സോണാൽ, മാൻസിംഗ്, മധവി മുൻഹൽ, കിരൺ സെക്കാൾ, റാണി കരൾ എന്നിവർ പ്രശസ്ത ഒഡീസി നർത്തകരാണ്. നാലാമതായി സാദ്യ. അസമിൻ ബ്രഹ്മപുത്ര നദിക്ക് നടുവിലുള്ള മാജുലി ദ്വീപിലാണ് ഈ നൃത്തരൂപം ആവിർഭവിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദി ദ്വീപാണ് മാജുലി. സത്രങ്ങളോടനുബന്ധിച്ച് നടന്നിരുന്ന നൃത്തരൂപമായിരുന്നു ഇത്. വൈഷ്ണവ മതകേന്ദ്രമായ സാത്രയിൽ നിന്നാണ് സാദ്യ എന്ന പേരുണ്ടായത്. വൈഷ്ണവ സന്യാസിയായിരുന്ന ശങ്കരദേവനാണ് സാദ്യ നൃത്തത്തിന് ഇപ്പോഴത്തെ രൂപം നൽകിയത്. ഇന്ന് വടക്ക് കിഴക്കേ ഇന്ത്യയിലെ പ്രശസ്തമായൊരു നൃത്ത രൂപമായി ഇത് വളർന്നു കഴിഞ്ഞു. അഞ്ചാമത്തത് കുച്ചിപ്പുടി. ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടി എന്ന ഗ്രാമത്തിലാണ് കുച്ചിപ്പുടി എന്ന നൃത്തത്തിന്റെ ഉദയം. കുചേലപുരം, കുശീലപുരി എന്നീ പേരുകളിലും കുച്ചിപ്പുടി ഗ്രാമം അറിയപ്പെടുന്നു. ചിത്രേത്ര യോഗിയാണ് കുച്ചിപ്പുടിക്ക് ഇപ്പോഴുള്ള രൂപം നൽകിയത്. പ്രശസ്ത കുച്ചിപ്പുടി നർത്തകരാണ് യാമിനി, കൃഷ്ണമൂർത്തി, ശോഭ നായിഡു, സ്വപ്നസുന്ദരി, രാജാരാധ റെഡ്ഡി എന്നിവർ. ആറാമത്തതാണ് മോഹിനിയാട്ടം. കേരളത്തിന്റെ തനത് ലാസ്യ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിലെ പ്രധാന ഭാവരസം ശൃംഗാരമാണ്. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ആരാധകരുടെ ഭാഗമായും മതിൽക്കെട്ടിന് പുറത്ത് ആഹ്ലാദത്തിന്റെ ഭാഗമായും ദേവദാസികൾ അവതരിപ്പിച്ചു വന്ന നൃത്തരൂപമാണ് പിൽക്കാലത്ത് മോഹിനിയാട്ടം എന്നറിയപ്പെട്ടത്. ഹസ്തലക്ഷണ ദീപികയെ അടിസ്ഥാനമാക്കിയാണ് മുദ്രകൾ സ്വീകരിച്ചിരിക്കുന്നത്. ചൊൽക്കെട്ട്, ജനിസ്വരം, വർണ്ണം, പദം, തില്ലാന, ശോകം എന്നീ 7 ഇനങ്ങൾ ചേർത്തതാണ് ഒരു മോഹിനിയാട്ടം അവതരണം. മോഹിനിയാട്ടത്തിന്റെ പുനർജീവനത്തിൽ പ്രധാന പങ്ക് വഹിച്ച രാജാവാണ് സ്വാതി തിരുനാൾ. കേരള കലാമണ്ഡലത്തിലെ കലാകാരന്മാരും കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയും അവരുടെ ശിഷ്യഗണങ്ങളും മോഹിനിയാട്ടത്തിന്റെ വളർച്ചയിൽ വഹിച്ച പങ്കും ഏറെ വലുതാണ്.